തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്തും ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത്. അപ്പോളേ നമ്മുടെ വേടനാണല്ലേ ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല ഗാന രചയിതാവിനുള്ള അവാർഡ് കിട്ടിയത്. ഞാൻ വല്ല വയലാറിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ഇവിടെ എന്ത് ചെയ്യാനാ, പോയില്ലേ. നമ്മുടെ പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വേടനൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ? വേടനൊക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. വേടൻ പ്രധാനമന്ത്രിനെ വരെ എന്താ പറയുക, കാബാലികനെന്നും കൊലപാതകി എന്നൊക്കെ പറഞ്ഞ വരികൾ എഴുതിയ ആളല്ലേ അല്ലേ. വേടനൊന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ലതാ നമ്മുടെ സംഘികളുടെ ഒരു കണക്ക്. ഏതാണെങ്കിലും അവാർഡ് വന്നു, അവാർഡ് പലർക്കും കിട്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പലർക്കും പല സംഖ്യക്കും അങ്ങ് മൂലത്തിൽ കൊള്ളുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇതാ, നമ്മുടെ നിഷ്പക്ഷ സംഘി പുറത്തോട്ട് മറ്റേ അവാർഡ് കിട്ടി, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയൊക്കെ അതൊന്നും ഒരു കമൻ്റൊന്നുമില്ല. പെട്ടെന്ന് ചാടി വേടൻ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പം വേടനെ പിടിക്കാൻ വന്ന പുലിയായിട്ട്, അല്ലെങ്കിൽ സംഘികളുടെ പുലി, കുലപുലിയായിട്ടുള്ള നമ്മുടെ സംഘി പൊട്ടൻ ചാടിയിട്ടുണ്ട്. നമ്മുടെ പണിക്കര് തന്നെയാണ്, വേറെ ആരുമില്ല. പൊട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം, മികച്ച ഗാനരചന അവാർഡിന് അർഹനായ വരികൾ, പിടിച്ചതെല്ലാം പുലിവാലിട, കണ്ടാമൃഗത്തിൻ്റെ തോലിട, അർത്ഥ സമ്പുഷ്ടമായ സൂപ്പർ വരികളുടെ പ്രകാശ് രാജ് മികച്ച അവാർഡിടാ. അല്ലടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെടാ, നമ്മൾ ഈ ഒരു അവാർഡിന് പകരം നമ്മൾ ഈ വരികൾ ചേർത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നുടാ? മോദിക്ക് തോ മുംകിൻ ഹൈ, നമ്മൾ ഇതിന് കൊടുത്തിരുന്നെങ്കിൽ അവാർഡ് പൊളിക്കൂലായിരുന്നു. വേണ്ടേ, പൊളിക്കണ്ടേ. നമ്മൾ നാഷണൽ അവാർഡ് കൊടുത്ത ആളൊക്കെ ഈ പാട്ട് പാടിയത്. നാഷണൽ അവാർഡ് ഏത്? നാഷണൽ ഏറ്റവും ബെസ്റ്റ് നടനുള്ള അവാർഡ് കൊടുത്ത ആളല്ലേ അതിൽ പാട്ട് പാടുന്നത്. ഇതിനൊക്കെ അല്ലല്ലേ അണ്ട അവാർഡ് കൊടുക്കേണ്ടല്ലടാ അല്ലേ? അതാണ്, ഇതിനൊക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇതൊക്കെ നിഷ്പക്ഷം പറഞ്ഞു തരൂലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പ്രകാശ് രാജിനെ പോലത്തെ ബോധമില്ലാത്ത, ഈ വിവരമില്ലാത്ത ആൾക്കാർ ആരും മമ്മൂട്ടിക്കും വേടനൊക്കെ അവാർഡ് കൊടുക്കാൻ. നിങ്ങൾ നാഷണൽ എന്താ പറയുക അവാർഡ് ജൂറീസിനെ വിളിക്കി. ജവാൻ അവാർഡ് കിട്ടും, പുഷ്പക് അവാർഡ് കിട്ടും, മോദിക്ക് തോ മുംകിൻ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാ. ഞാൻ അതല്ലെങ്കിൽ കേരള സ്റ്റോറിയോ അല്ലെങ്കിൽ കാശ്മീർ ഫയലോ അല്ലെങ്കിൽ വേറെ വല്ല ഫയൽസൊക്കെ പിടിച്ചവനൊക്കെ നമ്മൾ അവാർഡ് കൊടുക്കും. മോദിക്ക് ഒരു സ്തുതി പാടിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണം. നമ്മുടെ ശ്രീജിത്ത് പണിക്കരേജ് വല്ലാത്തൊരു ഊളയാണല്ലോടാ. അവിടെ അപ്പുറത്ത് അവാർഡ് കിട്ടിയ എല്ലാ ആൾക്കാരും ഉണ്ട്. അതൊന്നും പറ്റിയില്ല. എന്താ മമ്മൂട്ടി ജിഹാദി സുഡാപ്പിക്കൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. അതിനിടക്ക് വേടൻ ആരാണ്? മോദി കൊന്നു നടക്കുന്നതെന്ന് പറഞ്ഞ ഒരുത്തൻ, അല്ലെ പലസ്തീൻ്റെ പതാക പിടിച്ച ഒരുത്തൻ, യാസർ അറഫാത്തിൻ്റെ ചരിത്രം വരെ പറഞ്ഞ ഒരുത്തൻ. ഇതിനൊക്കെ അവാർഡ് കൊടുക്കാൻ നിങ്ങൾ ആരായിപ്പോയി? കൊണ്ട് നല്ല മർമ്മത്തിലല്ല, ഒരു മൂലത്തിലാണ് കൊണ്ടത്. ആ പൊട്ടലാണ് ഈ കണ്ടത്. നമ്മൾ ഫസ്റ്റ് പോസ്റ്റാണ് ഫിലിം ഫെയർ അല്ല നമ്മുടെ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി. ഏതാണെങ്കിലും നമ്മൾക്ക് അതിനുശേഷം ഒരു TV ഇതിന് നമ്മുടെ സംഗീത ചാനലിൽ വന്നിട്ട് വലിയ താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് കണ്ടിട്ട് വരാം. അതുകൊണ്ട് മമ്മൂട്ടി വരുന്നു, അതുകൊണ്ട് ആരും അതിൽ കുറ്റം പറയുകയില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉജ്ജ്വലമായിരുന്നു. അതുകൊണ്ട് ജൂറിക്ക് ഒരു അനായാസം ഒരു സെലക്ഷൻ സാധിച്ചു. അതാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ കണ്ടത്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊരു കാര്യം, ഇത് കൈനിറയെ പുരസ്കാരം നൽകുന്നത് പോലെ കൂടിയായല്ലോ. ഇപ്പോൾ ഇതിന്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് ഒരു താരബാഹുല്യം കൂടി ഉണ്ടാകും. അതൊരു അവാർഡ് നൈറ്റിന്റെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. അത്രമാത്രം പുരസ്കാര ജേതാക്കളുണ്ട്. ശ്രീ മഞ്ജുഷ്, ഏതൊരു അവാർഡും അതിനുള്ള ജൂറിയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് കൊടുക്കുന്ന അവാർഡാണ്. അപ്പൊ അതുകൊണ്ട് അത് സബ്ജക്ട് ടു ക്രിറ്റിസിസം ആണ്. പക്ഷെ ആ ക്രിറ്റിസിസത്തിന് ഒരു പരിധി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ സിനിമ കണ്ട അല്ലെങ്കിൽ അതിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന പ്രാഥമിക ജൂറി, എന്നിട്ട് അവർ പറഞ്ഞതിന് ശേഷം കണ്ടിരിക്കുന്ന അവസാനത്തെ ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമകൾ കണ്ടിരിക്കുന്ന ഫൈനൽ ജൂറി, അവരുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഡിസ്കഷനിൽ അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന സിനിമകൾക്കും പ്രകടനങ്ങൾക്കും ടെക്നിക്കൽ സൈഡിനും ഒക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിറ്റിസിസം ഉണ്ട് എങ്കിൽ പോലും അത് അവരുടെ ചോയ്സ് എന്ന നിലയ്ക്ക് അത് പരിമിതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ അവാർഡ് മാത്രമല്ല, ഏത് സമയത്ത് ഉണ്ടാകുന്ന അവാർഡാണെങ്കിലും ദേശീയ അവാർഡാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ദേശീയ അവാർഡിന് വലിയ ക്രിറ്റിസിസം നടത്തുന്ന ആൾക്കാർ സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടും കുറച്ചുകൂടി വാട്ടർ ടൈറ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടും കൂടി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് നാഷണൽ അവാർഡ് കൊടുത്ത ആൾക്കാരെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തു. കാരണം എന്താണ്? നിങ്ങൾ ഈ മറ്റേ ജവാൻ അവാർഡ് കൊടുത്തു, മോദി കേക്ക് മുംകിൻ ഹേ പാടിക്കഴിഞ്ഞ് അവാർഡ് കൊടുക്കുക, കാശ്മീർ ഫയൽസിനും മറ്റേ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണ്ടേ? ഇവിടെ നിങ്ങൾ അങ്ങനത്തെ നമ്മുടെ ചിമ്പൻ പറഞ്ഞ അക്ബർ അലി, എന്തായാലും പേര് അലി അക്ബർ അല്ലേ, പുള്ളി മറ്റേ പുഴ മുതൽ പുഴ വരെയോ എന്തായിരുന്നു, തിട്ടം മുതൽ തിട്ടം വരെ, അങ്ങനെ എന്തൊരു സംഭവം, അതിനൊക്കെ നിങ്ങൾ അവാർഡ് കൊടുക്കൂ. നാഷണൽ അവാർഡ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇമ്മാതിരി പടത്തിനൊക്കെ അവാർഡ് കൊടുക്കൂ. അല്ലെങ്കിൽ എനിക്കൊക്കെ ഇവിടെ രോമം പൊന്തും. ആർക്ക്? എനിക്കല്ല കേട്ടോ, ഇയാൾക്ക് രോമം പൊന്തും. അതിന്റെ പൊന്തലാണ്, വേറെ ഒന്നുമില്ല. ബാക്കി ഇത്
കാരണം നമ്മൾ ക്രിറ്റിസിസം റേസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ക്രിറ്റിസിസത്തിന് സ്കോപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ധാർമ്മികമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടില് ഇപ്പൊ അത്ര ഫ്രീക്വന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സമയം വരെയും നമ്മുടെ നാട്ടിലെ പല മലയാളം എന്റർടൈൻമെന്റ് ചാനലുകളും നിരവധി സിനിമ അവാർഡുകൾ കൊടുത്തിരുന്നു. അപ്പൊ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്നത് ഏറ്റവും മികച്ച സിനിമകൾക്കും ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്കും ഒക്കെ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണോ, അതോ ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനമുള്ള ആൾക്കാരെ ഈ അവാർഡ് ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നടനുണ്ടാകും, ഏറ്റവും മികച്ച യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ഉണ്ടാകും, ഏറ്റവും മികച്ച യങ് ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഏറ്റവും മികച്ച താര ജോഡി ഉണ്ടാകും. അങ്ങനെ നിരവധി അവാർഡുകളുണ്ട്. അപ്പൊ ഇത് പല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ മലയാള സിനിമയിലെ ആ ഫ്രട്ടേണിറ്റിയിലുള്ള ഏതാണ്ട് 3.5 ആൾക്കാർ മുഴുവനും ആ ചടങ്ങിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തും. അപ്പൊ എല്ലാവർക്കും. പക്ഷെ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ ഇല്ല. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. മോഹൻലാൽ മാത്രമാണ്. നമ്മുടെ സുരേഷ് ഗോപിജി ഇല്ലേ, 2-3 സിനിമ അഭിനയിച്ചിരുന്നു കഴിഞ്ഞല്ലോ. ഒക്കെ മറക്കല്ലേ ചെങ്ങായി, എന്തിങ്ങനെ. ജയറാം ഇല്ലേ, സിനിമ അഭിനയിച്ചില്ലേ. ദിലീപ് ഇല്ലേ, സിനിമ അഭിനയിച്ചില്ലേ. അത് മോഹൻലാലിന് മാത്രമല്ല, ഇവരാരും ഇല്ല. എൻ്റെ ഒക്കെ ഒരു കുരുപൊട്ടല്. എന്റെ മഞ്ജുഷേ, ഇതൊക്കെ വല്ലാത്ത ഹൈറ്റാട്ടോ. നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയും മികച്ച സഹനടനും കൂടി ചേർത്തുകൊണ്ട് നടന്മാർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് എത്ര പേർക്കാണ്? 4-5 പേർക്കുണ്ട്. എന്ന് വെച്ചാൽ മികച്ച നടനൊരു അവാർഡുണ്ട്, പിന്നെ 2 പേർക്ക് ജൂറിയുടെ പ്രത്യേക അവാർഡുണ്ട്, പിന്നെ അതിന്റെ മമ്മൂട്ടിയുണ്ട്, ടൊവിനോയുണ്ട്, ആസിഫ് അലി ഉണ്ട്, സൗബിൻ ഷാഹിർ ഉണ്ട്, സിദ്ധാർത്ഥ ഭരതനുണ്ട്. അതെ, അപ്പൊ എത്ര പേരായി? 4-5 പേരായിട്ടില്ലേ? എന്റെ പൊന്നു പൊട്ട, ഇവിടെ നാഷണൽ അവാർഡിൽ വരെ 2 എണ്ണത്തിനാ കൊടുത്ത്. ഒന്ന് ജവാൻ, ആര് ഷാറൂഖ് ഖാൻ, രണ്ടാമത്തതോ ഒക്കെ മറന്നുപോയോ. ഇതാ ഈ ഐറ്റത്തില്. ഇതിനൊക്കെ അവിടൊക്കെ ഇവിടെ സഹനടനും ജൂറിയും ഒക്കെ അല്ലേ 1-2 ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ. അവിടെ നാഷണൽ അവാർഡ് വരെ 2-3 ആൾക്കാർക്കൊക്കെ വെച്ച് ചാമ്പ് ചെയ്ത്. മോദി ഒന്ന് സ്തുതിച്ചാൽ മതി, അവാർഡ് തരാന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ മോദിജി വിളിച്ച പരിപാടിക്ക് ഒന്ന് പോയി കിട്ടിയാൽ മതി, അവാർഡ് തരുന്നാ പറഞ്ഞത്. എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് ഉമ്മാതിരി ഊള വർത്താനം പറയുന്നത്? എന്ത് പോട്ടനടയൊക്കെ. ബാക്കി പറ. ഞാൻ പറയുന്നത് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു ചോയ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം വീഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ടാണ് അവസാനം ഈ അവാർഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നിലധികം എക്സെപ്ഷണൽ പെർഫോമൻസ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യേക ജൂറി പരാമർശമൊക്കെ കൊടുക്കണം. ഈ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നത് ലാവിഷായിട്ട് സത്യത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല. വളരെ പരിമിതമായിട്ട്, വളരെ എക്സെപ്ഷൻ, അതായത് അത്രത്തോളം തുല്യത അവസാന റൗണ്ടിൽ ഈ 2 ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു നേരിയ മാർജിൻ, ഒരു ഹെയർ ലൈൻ ലീഡ് ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റേ ആളിനെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വേണം ഒരു ജൂറി പരാമർശമൊക്കെ സത്യത്തിൽ കൊടുക്കാൻ. ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളുകളെ പറ്റിക്കാൻ എപ്പോഴും ശ്രീജിത്ത് വന്ന് പറ്റിക്കാറാണ് എല്ലാവരും. ഇല്ലാത്ത കുറെ കണക്കുകളും കഥകളും പറഞ്ഞിട്ട് പറ്റിക്കുന്നതാണ് സംഗി. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഒരാൾക്കാണ് കിട്ടിയത് അല്ലേ, മമ്മൂട്ടിക്ക് മാത്രം. പിന്നെ സഹനടൻ, അതായത് ജൂറി പരാമർശം വന്നത് ആസിഫ് അലിക്ക്. കാരണം ആസിഫ് അലി നല്ലൊരു പ്രകടനമാണ് കിഷ്കിന്ധാകാന്ഡത്തിൽ അഭിനയിച്ചത്, അതുകൊണ്ട് അവിടെ ഒരു ജൂറി ഇത് കിട്ടി. പിന്നെ സഹനടന്മാർ അവിടെ 2 ഉള്ളത്. അവിടെയാണ് ഇവന്മാരൊക്കെ തള്ളുന്നത്, എണ്ണം പറയുന്നത്. സഹനടന്മാരാണ് സിദ്ധാർത്ഥും അതുപോലെ തന്നെ സൗബിനും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ആർക്കാ അവിടെ ഇവിടെ ആർക്കാന്ന് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുന്ന ഒരാളായിരിക്കും, എൻ്റെ അമ്മ 4, 5, 6 നടന്മാരോ, ഇത്രയും ജൂറി പരാമർശം. അതല്ല, ഒന്ന് നടനാണ്, ഒന്ന് സഹനടനാണ്. നടന്റെ ജൂറി പരാമർശം വേറെ, സഹനടന്റെ അവിടെ 2 അവാർഡ് കൊടുത്തിട്ടാണ് ഇത് നിർത്തിയത്. എന്ത് വലിയ ആനമണ്ടത്തരങ്ങളാണ് ഈ പറഞ്ഞ പാവം സംഖ്യകളെ പറ്റിക്കുമ്പോൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാരിക്കോരി കൊടുത്തിരിക്കുന്നത് പോലെയും ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചാനൽ നടത്തുന്ന അവാർഡ് നിശ പോലെ തന്നെ ആക്കിയെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഡയറക്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ നിലയ്ക്കാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്. ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും കേന്ദ്ര അവാർഡ് കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനം ഏതെങ്കിലും വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവാർഡ് കൊടുത്താലും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും അതിന്റെ ഫോർ ഫ്രണ്ടിലേക്ക് വരുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുന്നു. വേടൻ അവാർഡ് കൊടുക്കുന്നത് ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ അതാണ് ഏറ്റവും മികച്ച ഗാനരചന എന്നുള്ളത് ഈ ഒരു ജൂറിയുടെ അഭിപ്രായമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കളറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിമിതമെങ്കിലും നമുക്ക് ആരോപിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ സമ്മതിക്കില്ല, വേടന് കൊടുക്കരുത്. വേടന് കൊടുക്കുന്നതിന് ഈ പാട്ടിന് കൊടുക്കണമെന്ന്. ഈ പാട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ മലയാളത്തിലേക്ക് ഒന്ന് തർജ്ജമ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇറക്കുക ഈ പാട്ട്. ഈ പാട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഇറക്കി നമ്മൾ അതിനാ കൊടുക്കുക അവാർഡ്. അതാണ് നമ്മുടെ അണ്ണൻ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നല്ലേ, അതിനൊക്കെ അവാർഡ് കൊടുക്കുക. നിങ്ങൾ അതിനൊന്നും കൊടുക്കാണ്ട് വെറുതെ വേടനൊക്കെ അവാർഡ് കൊടുക്കുക, അതും പ്രധാനമന്ത്രിനെ ചീത്ത വിളിച്ച് വേടന്.
ഇതിന്റെ ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രകാശ് രാജാണ്. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയം എന്താണ്? പ്രകാശ് രാജ് സിനിമകളെ കാണുന്ന രീതി എങ്ങനെയാണ്? പ്രകാശ് രാജിന്റെ ക്രിറ്റിസിസം ഏത് നിലയ്ക്കാണ്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോ ഇത് സംഭവം എന്താ പൈൽസ് പൊട്ടി. നമ്മുടെ അണ്ണന്റെ നമ്മുടെ ശ്രീജിത്തിന്റെ പൈൽസ് പൊട്ടി. കാരണം എന്താണ്? പ്രകാശ് രാജ പൈൽസ് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു. മൂലക്കുരു അതിങ്ങനെ പൊട്ടിച്ച്. I don't mind saying that National Film Awards are compromised. And I'm so happy to be a jury chairman of Kerala, because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. You know, that is not happening in the National Awards, and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mamuka. Yeah. സത്യല്ലേ? സത്യം അതാണ്. ഫയൽസിനും പൈൽസിനും ഒക്കെയാണ് ഇവിടെ അവാർഡ് കൊടുക്കുന്നത്. അതങ്ങോട്ട് പറഞ്ഞപ്പം അണ്ണന്റെ പൈൽസ് അങ്ങോട്ട് മൂലക്കുരി അങ്ങോട്ട് പൊട്ടി. അണ്ണൻ ഡയറക്റ്റ് വന്നിട്ട് ന്യൂസ് 8 വിളിച്ചു, എനിക്ക് ഇപ്പം ചർച്ചയ്ക്ക് വരണം, എനിക്ക് ചർച്ച ചെയ്തിട്ട് ഇവന്മാരൊക്കെ അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് ന്യൂസ് ചർച്ചയ്ക്ക് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പോസ്റ്റ് വേടനെ കൊള്ളിച്ചങ്ങിട്ട് ഫേസ്ബുക്കിൽ. ഇനി നാളെ പോയിട്ട് നാളെ മൊത്തത്തായിരിക്കും പോസ്റ്റ്. നാളെ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത്, തട്ടമിട്ട ഷംലക്ക് അവാർഡ് കൊടുത്തത് ഒക്കെ ഇവിടെ പ്രശ്നമായിരിക്കും. നിങ്ങൾ കണ്ടോളൂ. ഈ അവാർഡ് കൊടുത്തതിന് ശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു കുത്തു കൊടുക്കുന്ന ദേശീയ അവാർഡ് കമ്മിറ്റി ജൂറിക്കാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവിടെ പറയുന്നത്, നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലല്ല, ഇതിനേക്കാൾ വളരെ ഡെപ്തോടുകൂടി പ്രകാശ് രാജിന്റെ ചോയ്സസിനെയും വിമർശിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് നാഷണൽ അവാർഡ് ഡസന്റ് ഡിസർവ് മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി അത് അർഹിച്ചിരുന്നു എന്നുള്ളതല്ല, നാഷണൽ അവാർഡ് മമ്മൂട്ടി അർഹിച്ചില്ല എന്ന മട്ടിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന, തലക്കെട്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തയും അതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വരുന്ന ചോയ്സസിനെ അയാൾ പരിഗണിച്ചതിന് ശേഷം അയാൾ ഒരാളിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാനും എന്റെ ജൂറിയും തീരുമാനിക്കുന്നത് പോലെ മാത്രമേ മറ്റൊരാളും ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടു, അത് തന്നെയാണ് ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ മറ്റു ചില ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പാനലും അതേ രീതിയിൽ തന്നെ ചിന്തിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചാൽ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും പറയണം. കാരണം പ്രകാശ് രാജിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പ്രകാശ് രാജിന് തോന്നിയ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റുമല്ലോ. നാഷണൽ അവാർഡ് അങ്ങനെയാണോ? നാഷണൽ അവാർഡ് മോദിക്ക് മുംകിയും വിളിച്ച ആൾക്കാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷാറൂഖ് ഖാനൊക്കെ അതേപോലെ മൊട്ടൊക്കെ അടിച്ചിട്ട് ഭയങ്കര ജവാനൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ബ്രഹ്മയുഗം ഇമാതിരി ഊളപ്പടങ്ങൾക്ക് ആർക്കും അവാർഡ് കൊടുക്കട. ബ്രഹ്മയുഗം, കിഷ്കിന്ദ കാണ്ഡം, ഇതിനൊക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. ജവാനിലെ ഷാറൂഖ് ഖാൻ പൊളിച്ചിട്ടില്ലേ? മോദിക്ക് 4 സ്തുതി പാടി നമ്മൾ പൊളിച്ചടക്കി കൊടുക്കൂലേ? അതൊക്കെ അവാർഡ്. ഇതൊന്നും അല്ല അവാർഡ്. പറഞ്ഞ ആരാണ്? എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ചിന്തിച്ച് സംസാരിക്കാനുള്ള ബോധവും വിവരവും ബുദ്ധിയെ ഈ പറഞ്ഞ സംഖ്യവാണങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിരീക്ഷകൻ, നിഷ്പക്ഷ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഉള്ളിൽ നല്ല കൊല കുത്തിയ പാൻറ് ഒഴി കഴിഞ്ഞാൽ കാവിക്കളസം കാണുന്ന സംഖ്യയാണ്. അതിൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുള്ളൂ. ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കാണുകയുള്ളൂ. വല്ലാത്തൊരു കഷ്ടൻ്റെ വേടാ അവാർഡ് കിട്ടണ്ടെന്നൊക്കെ അങ്ങ് തോന്നിപ്പോവും. ഇമാതിരി സംഘ നിരീക്ഷകന്മാരൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് പണി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഇത് കണ്ടു ഞാൻ കേട്ടോ. നേരത്തെ ഇട്ട പോലെ മറ്റൊരു കമൻ്റ് ആയിരുന്നു, ഒരു 9 കമൻറ്റാണ്. ഏതോ ഒരു പട്ടിക്കാട്ടട്ട കമൻറ്റ്. ആ കാട്ടട്ട കമൻറ്റ് ഇന്ദ്രജിത്ത് അല്ല, ഇവനൊക്കെ മൂഞ്ചലാണ്. മമ്മൂട്ടി, ഷംല, ആസിഫ് അലി, സൗബിൻ. പേര് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കുണ്ടനടി മദ്രസയിൽ ഉസ്താദ് ഹാജർ വിളിക്കുന്നതാണെന്ന്. അല്ല, സംസ്ഥാന അവാർഡാണ്. സത്യം, ഇതൊന്നും അല്ല വിളിക്കേണ്ടത്. നിങ്ങൾ വല്ലേ സുരേഷ് ഗോപി, എന്താ പറയുക, ശ്രീജിത്ത് പണിക്കർ, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ, ഇതൊക്കെ വിളിക്കുക. അപ്പോഴല്ലേ ശാഖയിലെ കുണ്ടനടി എന്ന് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ പേര് വിളിക്കുന്നത്? ഇതൊന്നും അല്ല വേണ്ടത്. നമുക്ക് ശാഖയിലെ കുണ്ടനടി, അത് ചെറിയ 4, 5, 6 വയസ്സുള്ള മക്കൾ മുതൽ അങ്ങോട്ട് തുടങ്ങിയ കുണ്ടനടി. നിങ്ങളിത് മദ്രസ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ വലിയ ആൾക്കാരെ പേരൊക്കെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയ ഈ പരിപാടി കിട്ടണം. അതെ, ഞങ്ങൾക്ക് ഈ പ്രായത്തിലാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ കുണ്ടനടിച്ച് വരും. ശാഖയിൽ കൊണ്ട് വിട്ടാൽ മതി, ഞങ്ങൾ ഗുണ്ടനടിച്ച് വരും. അതിൻ്റെ ഇടക്കം മാതിരി ബാക്കി കേൾക്കാം. അപ്പോഴതാ കൂടെ പീഡനവീരൻ കടനും. ഓക്കെ, പീഡനവീരൻ നമ്മുടെ വേടനെ ഉദ്ദേശിച്ചിട്ടോ. ജിഹാദികളുടെ കുണ്ടി താങ്ങി കൊടുക്കുന്നവൻ, കമ്മികൾക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചു ഹിന്ദുക്കൾക്കുള്ളിൽ ജാതി വെറി എന്ന വിഷം ചീറ്റി ഹിന്ദുക്കളെ പരസ്പരം അടുപ്പിക്കുന്നവൻ. അവാർഡ് പൂർത്തിയായി. എന്തായാലും ഇന്ദ്രജിത്തിന്റെ മൂലം പൊള്ളിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഹിന്ദു ഉണരു വേഗം ഉണർത്തു വാ ഹിന്ദു. ഇതൊക്കെ കാണുകയും ഇലക്ഷൻ പ്രമാണിച്ചൊരു പ്രത്യേക മതക്കാർക്ക് വാരിക്കോരി അവാർഡ് കൊടുത്തിട്ടുണ്ട്. നാളെ സംസ്ഥാന അവാർഡ് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ്
തീട്ട സുഡാപ്പികൾ വരാതിരുന്നാൽ മതി. എൻ്റെ നാളെ മുതൽ സംസ്ഥാന അല്ലെങ്കിൽ നാഷണൽ അവാർഡ് മോദിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടാണ്, അല്ലെങ്കിൽ സംഗീത ശാഖയിൽ നിന്ന് കുണ്ടനടിച്ചുണ്ടാക്കിയുള്ള ഒരു പ്രത്യേക തീട്ട അവാർഡെന്നും പറഞ്ഞാൽ ആരും വരാണ്ടിരുന്നാൽ മതി. ഇതൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാം, അവിടുത്തെ സഹിക്കാൻ പറ്റാതെ. അതായത് സംഘിക്കുട്ടൻ്റെ മൂലം പൊള്ളിയിട്ടുണ്ട്, ആ പൊള്ളിയ മൂലം എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചത് അങ്ങനത്തെ മെസ്സേജുകളായിട്ടും കമൻറ്റുകളായിട്ടും പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, ഈ മാതിരി വാള പട്ടിക്കാട്ടങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. എല്ലാത്തിനെയും ഒരേ കാട്ടത്തിൽ കൂട്ടിക്കെട്ടി വല കക്കൂസിൻ്റെ കുഴിയിലും കൊണ്ടിരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ പറ.